എന്റെ കട നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആഹാ, നീ വന്നോ? പുത്ത സാരി എടുത്തപ്പോ നിന്റെ അമ്മായി എങ്ങനെയുണ്ടടി? ഒന്ന് നോക്കി പറഞ്ഞേ. വലിയ തമ്പുരാട്ടിയെ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല മോളെ, ഞാനിട്ട ജുബ്ബ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാനിതിട്ടപ്പോ ഒരു ചുള്ളനായില്ലേ? ഇവളൊരു ചുള്ളത്തിയും. ഇതൊക്കെ ഇട്ട് ഞങ്ങളിത് നല്ല കോലത്തിൽ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചുകൂടി നിനക്കല്ലേന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇതൊക്കെ ഇട്ട് ഒരുങ്ങിയത്. സത്യം പറഞ്ഞ ഒരു സ്വർണ്ണമാലയും 2 വളയും 2 ജിമുക്ക കമ്മലും കൂടെ കിട്ടിയാൽ നിന്റെ അമ്മായിയെ വെല്ലാൻ വേറൊരു പെണ്ണുണ്ടാവില്ല ഈ ഭൂലോകത്ത്. അത് കിട്ടുമെന്ന് ഞാൻ കൊറേ നോക്കിയതാ, എവിടെയും കണ്ടില്ല. അതാ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇവിടെ കക്കാൻ വന്നതാണോ അതോ കല്യാണം കൂടെ വന്നതാണോന്ന് എനിക്ക് അറിയണ്ടേ. ആരോട് ചോദിച്ചിട്ടാ മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങിയ ജുബ്ബയും സാരിയൊക്കെ നിങ്ങൾ എടുത്തേ? അതിപ്പോ അവിടെ കണ്ടു, ഇവിടെ എടുത്തോണ്ട് വന്നു, അത്ര തന്നെ. ഇത് നിന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടല്ലേ? ഇവിടെ ആരോടെങ്കിലും അനുവാദം വാങ്ങിയിട്ടാണോ ഞങ്ങൾക്ക് ഇതൊക്കെ എടുത്തിടാൻ? അതെ, നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. തൽക്കാലം ആ സാരിയും ജുബ്ബയും അഴിച്ചതാ, അതവർക്ക് തിരിച്ചു കൊടുക്കാനാ. അയ്യോടാ, അതിനെ പുളിക്കും. എല്ലാവരും അത് തെരഞ്ഞു നടക്കണെന്നേ. നിങ്ങളുടെ കയ്യിൽ ഇത് കണ്ടാൽ നിങ്ങൾ ഇത് മോഷ്ടിച്ചതാണെന്ന് അവര് വിചാരിക്കൂ. ദയവ് ചെയ്ത് എന്നെ മാനം കെടുത്തരുത്. അഴിക്ക്, പെട്ടെന്നാവട്ടെ. പറ്റില്ല. ഞങ്ങൾ ഇതിന്റെ ആരാ അത് പറ. പറടി, ഞങ്ങളുടെ നിന്റെ ആരാ? എടി വിജയമ്മോ, ഏവക്കിപ്പോ നമ്മളിപ്പോ ആരാന്ന് പോലും അറിയാത്ത അവസ്ഥയായി. ഇതുപോലെ നീറുകെട്ട ഒന്നിനെയാണല്ലോ ദൈവമേ ഞങ്ങൾ കാക്കിക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തി വലുതാക്കിയത്. എടീ നന്ദി കേട്ടവളെ, നീ ഒരു പൊടി കുഞ്ഞായിരുന്നപ്പോ നിന്റെ തന്തയും തള്ളയും മലവെള്ളപ്പാച്ചിലിൽ മണ്ണിനടി പോയതല്ലേടി? കുറുക്കനും ഗുരുതരിക്കും കൊടുക്കാതെ ഞങ്ങൾ എടുത്തോണ്ടൊന്ന് പോറ്റി വലുതാക്കി. എന്നിട്ടിപ്പോ പ്രായമായ അമ്മാവന്റെ അമ്മായിയുടെ ഉടുതുണി അഴിക്കാൻ തുടങ്ങുന്ന നീയൊക്കെ ഒരു കാലത്തും ഗതി പഠിക്കത്തില്ലടി. എന്താ കാര്യം? എന്തിനാ നിങ്ങളിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? അല്ലേ, നിങ്ങൾ തന്നെ പറ. ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ബന്ധുക്കളല്ലേ? ഇവിടെ ഒരു വിശേഷം നടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി പുതിയ തുണികളൊക്കെ. ഞങ്ങൾ ഇതൊക്കെ ഉടുത്തപ്പോ ഇവക്ക് സഹിക്കുന്നില്ല. ഇത് അഴിച്ചു കൊടുക്കണം പോലും. ഇല്ലെങ്കിൽ ഞങ്ങൾ മോട്ടിച്ചതാന്ന് പറയും പോലും. അങ്ങനെയൊന്നും ഇവിടെ ആരും പറയില്ല. ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടോടി? മൂത്ത് നരച്ചെങ്കിലും വകതിരിവുണ്ട്. ഇവക്ക് വകതിരിവുണ്ടാവില്ല. കോളനിയിലല്ലേ കൂട്ട്. അതെ, ഞാൻ ഇത് എടുത്തുകൊടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്നാ ഞാൻ ഇപ്പൊ അടിച്ചു തരാം. എന്താ വേണോ? ഏയ് വേണ്ട, അത് നിങ്ങൾ എടുത്തോളൂ. മുത്തശ്ശി, അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അവരെടുത്തോട്ടെ. ഈ ജുബ്ബ നന്നായിട്ട് ചേർന്നുണ്ട് കേട്ടോ. ഓ, അതാണ് നമ്മൾ തറവാട്ടുകാര് അങ്ങനെ പറയും. നല്ലവർക്ക് നല്ലവരെ തിരിച്ചറിയാം. ആ, നീ വന്നേ, അവരെ ശല്യം ചെയ്യണം. മുത്തശ്ശി വാ, നടക്ക. അതെ വിജയമ്മോ, ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് കാശായിട്ടോ സ്വർണമായിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൈക്കലാക്കണം. സ്വർണത്തിലാണ് എന്റെ കണ്ണ്. 2.5 പവന്റെ മുക്കുവണ്ടം തന്നെ ചതിച്ചതല്ലേ, അത് വസൂലാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.